എല്ലാവർക്കും ടെസ്റ്റിംഗ് ബഡ്ഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ടെസ്റ്റ് സെനാരിയോ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ പലതരം ടെസ്റ്റ് സെനാരിയോസ് ഉണ്ടായിരിക്കും. അതായത് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം, വാട്ട് ടു ടെസ്റ്റ്, എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ലിസ്റ്റ് ചെയ്യണതിനാണ് നമ്മൾ ടെസ്റ്റ് സെനാരിയോ എന്ന് പറയുക. അതും ഹൈ ലെവലിൽ ലിസ്റ്റ് ചെയ്യാം. നമ്മൾ ഡെപ്തിൽ പറയില്ല. മെയിൻ പോയിന്റ്സ്, മെയിൻ ആയിട്ടുള്ള എന്തൊക്കെ കൺസെപ്റ്റുകളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിനാണ് ടെസ്റ്റ് സെനാരിയോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്കിപ്പോ ടെസ്റ്റ് സെനാരിയോ മീൻസ് അതായത് നമുക്കിപ്പോ ടെസ്റ്റ് സെനാരിയോ എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യം തന്നെ അതിന്റെ ഒരു ഡെഫിനിഷനിലേക്ക് നമുക്ക് പോകാം. ടെസ്റ്റ് സെനാരിയോ, എ ടെസ്റ്റ് സെനാരിയോ കണ്ടെയ്ൻസ് എ ഹൈ ലെവൽ ഡോക്യുമെന്റേഷൻ ഡിസ്ക്രൈബിംഗ് ആൻ എൻഡ് ടു എൻഡ് ഫംഗ്ഷനാലിറ്റി ടു ബി ടെസ്റ്റഡ്. അതായത് ഒരു ടെസ്റ്റ് സെനാരിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹൈ ലെവൽ ഡോക്യുമെന്റേഷൻ ആണ്. അതെന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, എൻഡ് ടു എൻഡ് ഫംഗ്ഷനാലിറ്റി ടു ബി ടെസ്റ്റഡ്. ഒരു ആപ്ലിക്കേഷന്റെ ഒരു ഫംഗ്ഷനാലിറ്റിയെ എൻഡ് ടു എൻഡ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഹൈ ലെവൽ ഡോക്യുമെന്റേഷനാണ് നമ്മൾ ടെസ്റ്റ് സെനാരിയോ എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു വാചകമാണ് ടെസ്റ്റ് കേസ്. അതെന്താണ് നമ്മൾ ഡിഫറൻസ്? ടെസ്റ്റ് സെനാരിയോ എന്ന് പറഞ്ഞാൽ മെയിൻ പോയിന്റ്സ് ആണ്, ഒരു ആപ്ലിക്കേഷന്റെ ടെസ്റ്റ് ചെയ്യേണ്ട മെയിൻ പോയിന്റ്സ് ആണ്. ടെസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ ഓരോ ടെസ്റ്റ് സെനാരിയോയ്ക്കും എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളതിന് ഓരോ ഡീറ്റെയിൽ ആയിട്ട് സബ് പോയിന്റ്സ് ആയിട്ട് സബായിട്ട് കുറേ സ്പെസിഫിക് ആയിട്ട് കുറേ കേസുകൾ ഉണ്ടാവും. അതിന് നമ്മൾ ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. അത് നമുക്ക് ടെസ്റ്റ് സെനാരിയോനെ കുറിച്ചുള്ള മെയിൻ ഒരു പോയിന്റ് ആണ്. ടെസ്റ്റ് സെനാരിയോസ് ജസ്റ്റ് ഫോക്കസ് ഓൺ വാട്ട് ടു ടെസ്റ്റ്. ടെസ്റ്റ് സെനാരിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് അത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, വാട്ട് ടു ടെസ്റ്റ് എന്നുള്ളത് മാത്രമാണ്. എന്താണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു പോയിന്റ് മാത്രമാണ് നമുക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇതിനെ കുറിച്ച് പറയാൻ നമുക്ക് ഫേസ്ബുക്കിന്റെ ഒരു ആപ്ലിക്കേഷൻ എക്സാമ്പിൾ ആണല്ലേ, നമുക്കത് പറയാം. അതിനെ മുമ്പ് ടെസ്റ്റ് സെനാരിയെ കുറിച്ച് പറയാനുള്ളത്, ടെസ്റ്റ് സെനാരിയോ ആർ ജനറലി വൺ ലൈനർ. ടെസ്റ്റ് സെനാരിയോ മെയിൻലി ഒരു വൺ ലൈനർ ആയിരിക്കും. വൺ ലൈനർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സെന്റൻസിൽ വരുന്ന ഒരു കാര്യമായിരിക്കും ടെസ്റ്റ് സെനാരിയോ. കാരണം അത് ഡിസ്ക്രൈബേഷൻ വളരെ എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല, സ്പെസിഫിക് ആയിട്ട് പോയിന്റ്സ് ഒന്നും ഉണ്ടാവില്ല, മെയിൻ പോയിന്റ്സ് ആയിരിക്കും പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫേസ്ബുക്കിന്റെ ഒരു ടെസ്റ്റ് സെനാരിയോയുടെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്, ലോഗിൻ ഫംഗ്ഷനാലിറ്റി ഓഫ് ഫേസ്ബുക്ക്. ഫേസ്ബുക്കിന്റെ ലോഗിൻ ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരു ടെസ്റ്റ് സെനാരിയോ ആണ്. നമ്മളത് ഒറ്റ സിംഗിൾ ലൈനിൽ പറയുള്ളൂ, ലോഗിൻ ഫംഗ്ഷനാലിറ്റി ഓഫ് ഫേസ്ബുക്ക്. അതായത് വെരിഫൈ ദ യൂസർ ക്യാൻ ലോഗിൻ ടു ദ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ വിത്ത് ഡിഫറെന്റ് യൂസർ ക്രെഡൻഷ്യൽ, ഡിഫറെന്റ് യൂസർ ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ച് അതിനെയാണ് നമ്മൾ ടെസ്റ്റ് സെനാരിയോ പറയുക. അതിന്റെ തന്നെ ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട്, ഡിഫറെന്റ് സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യൽ കേസുകൾ വരുന്നുണ്ട്. കറക്റ്റ് യൂസർ നെയിം ആവാം, ഇൻകറക്റ്റ് യൂസർ നെയിം ആവാം, കറക്റ്റ് പാസ്വേഡും കറക്റ്റ് യൂസർ നെയിം ആവാം, ഇൻകറക്റ്റ് യൂസർ നെയിമും ഇൻകറക്റ്റ് പാസ്വേഡ് ആവാം, ഇൻകറക്റ്റ് യൂസർ നെയിമും കറക്റ്റ് പാസ്വേഡ് ആവാം. അങ്ങനെ പല കോമ്പിനേഷൻ വരാം. വേണമെങ്കിൽ രണ്ടും ബ്ലാങ്ക് ആവാം. അങ്ങനെ പല പല കേസുകൾ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക, ടെസ്റ്റ് കേസ് എന്ന് പറയും. പക്ഷെ ബേസിക്കലി അതിൽ കോമൺ ആയിട്ട് ലോഗിൻ ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞ ഒറ്റ പോയിന്റ് ആയിട്ട് പറയുന്നത് അത് ടെസ്റ്റ് സെനാരിയോ ആണ്. അതിന് ഡെപ്തിൽ ഓരോ കേസായിട്ട് സ്പെസിഫിക് ചെയ്യുമ്പോൾ എന്താണ്, അത് ടെസ്റ്റ് കേസാണ്. നമ്മൾ ടെസ്റ്റ് സെനാരിയോനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ പിന്നെ പറയേണ്ടത്, ടെസ്റ്റ് സെനാരിയോ ആർ ബെനിഫിഷ്യൽ ഇൻ ക്വിക്ക് ടെസ്റ്റിംഗ് ഓഫ് എൻഡ് ടു എൻഡ് ഫംഗ്ഷനാലിറ്റി ഓഫ് ആപ്ലിക്കേഷൻ. പെട്ടെന്ന് ഒരു ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് വളരെയധികം സഹായിക്കുന്നത് ടെസ്റ്റ് സെനാരിയോ ആണ്. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് അതിന്റെ എല്ലാ കോർണർ ടു കോർണറിലേക്ക് നമ്മൾ പോവാതെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ടെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് ഒരു എൻഡ് ടു എൻഡ് ടെസ്റ്റിങ്ങിനെ നമ്മളിത് സഹായിക്കും. പിന്നെ ടെസ്റ്റ് സെനാരിയോസ് റിലേറ്റീവ്ലി ലെസ് ടൈം ആൻഡ് റിസോഴ്സ് ആർ റിക്വയർഡ്. കുറച്ച് സമയം കുറച്ച് റിസോഴ്സാണ് ടെസ്റ്റ് സെനാരിയോ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളൂ ഫോർ ക്രിയേറ്റിംഗ് എ ടെസ്റ്റിംഗ് യൂസിങ് ടെസ്റ്റ് സെനാരിയോ. പക്ഷേ ടെസ്റ്റ് കേസ് അങ്ങനെയല്ല, സ്പെസിഫിക് ആയിട്ട് ഓരോ ടെസ്റ്റ് സെനാരിക്കും സബ് ആയിട്ട് തന്നെ ലോട്ട് ഓഫ് ടെസ്റ്റ് കേസസ് വരും. അപ്പൊ നമുക്ക് അതിന് കുറേ യൂസർ ഇൻപുട്സ് വേണ്ടി വരും, റിസോഴ്സസ് വേണ്ടി വരും, കുറേ ടൈപ്പ് സിറ്റുവേഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. പക്ഷേ ടെസ്റ്റ് സെനാരിയോ എന്ന് പറഞ്ഞാൽ മെയിൻലി സിമ്പിൾ പോയിന്റ്സ് ആയിട്ടാണ് പോവുക. ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇതാണ് പറയുന്നത്, ഓൺലൈൻ ട്രെയിനിങ്ങിന്റെയും സർട്ടിഫിക്കേഷനും വേണ്ടിയിട്ട് ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഇവിടെ ഇന്റേൺഷിപ്പ്, സർട്ടിഫിക്കേഷൻ, ഓൺലൈൻ ട്രെയിനിങ് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൽ പറയാവുന്ന ഒരു എക്സാമ്പിൾ ആണ് ഫേസ്ബുക്കിന്റെ ഒരു ആപ്ലിക്കേഷന്റെ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഫേസ്ബുക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ടെസ്റ്റ് സെനാരിയോ?
ലോഗിൻ ഫംഗ്ഷനാലിറ്റി ഓഫ് ലോഗിൻ പേജ് എന്ന് പറഞ്ഞത് ഒരു ടെസ്റ്റ് സെനാരിയോ ആണ്. അത് ഒറ്റ സിംഗിൾ ലൈനർ ആണ്. ഓക്കെ, അതിന്റെ ഡെപ്തിൽ നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. നല്ലൊരു അറിവുള്ള ടെസ്റ്റർക്ക് ആണെങ്കിൽ ഇത് മുഴുവൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും ടെസ്റ്റ് കേസിനകത്ത്. പക്ഷെ ഇതിന് സബായി വരുന്ന ടെസ്റ്റ് കേസുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ലോഗിൻ ഫംഗ്ഷനാലിറ്റി ഓഫ് പേജ് അതൊരു ടെസ്റ്റ് സെനാരിയോ ആണ്. അതെന്താണ്? യൂസർക്ക് ഡിഫറെന്റ് യൂസർ ക്രെഡൻഷ്യൽസ്, അതായത് യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമാണ് അതിൽ വരുന്നത്. പക്ഷെ ടെസ്റ്റ് കേസിലേക്ക് വരുമ്പോൾ എന്താണ്? സബ് ആയിട്ട് 1 2 3 4 5 6 അങ്ങനെ കുറെ ടെസ്റ്റ് കേസുകൾ നമ്മളതിൽ പറഞ്ഞു വരും. അതിലൊരു ടെസ്റ്റ് കേസ് ആണ് എന്ത്? യൂസർ നെയിം കറക്റ്റ് കൊടുക്കുക, പാസ്വേഡ് ഇൻകറക്റ്റ് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യാം? യൂസർ നെയിം കറക്റ്റ് കൊടുക്കുക, പാസ്വേഡ് ഇൻകറക്റ്റ് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യാം? യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യാം? യൂസർ നെയിമും പാസ്വേഡും ഇൻകറക്റ്റ് കൊടുക്കാം, തെറ്റായിട്ട് കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യാം? യൂസർ നെയിമും ബ്ലാങ്ക് കൊടുക്കാം, പാസ്വേഡ് കറക്റ്റ് കൊടുക്കാം. പിന്നെ യൂസർ നെയിം കറക്റ്റ് കൊടുത്തിട്ട് പാസ്വേഡ് ബ്ലാങ്ക് കൊടുക്കാം. അങ്ങനെ ഒരു കോമ്പിനേഷൻ ചെയ്യാം. അങ്ങനെ പലതരം കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ ഒരു കോമ്പിനേഷൻ എന്താണ്? നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾ ടൈപ്പ് ചെയ്ത് ഇൻവിസിബിൾ ആയിട്ട് കാണണം. അങ്ങനെ ഒരു ടെസ്റ്റ് യൂസ് ചെയ്താൽ അങ്ങനെ ആവണം എന്നുള്ളത് ഒരു യൂസറുടെ ഒരു റിക്വയർമെന്റ് ആണ്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതൊരു ടെസ്റ്റ് കേസാണ്. അപ്പൊ ഇപ്പൊ തന്നെ ഒരു 4-5 ടെസ്റ്റ് കേസായി. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിപ്പോ ടൈപ്പ് ചെയ്ത പാസ്വേഡ് ഇവിടെ ഈ ബട്ടൺ വിസിബിൾ ആയി കാണാൻ പറ്റുന്നുണ്ടോ, ഇൻവിസിബിൾ ആക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരു ടെസ്റ്റ് കേസാണ്. പിന്നെ ചില യൂസേഴ്സ് പറയും യൂസർ നെയിം പാസ്വേഡും നമ്മൾ ടൈപ്പ് ചെയ്താൽ മാത്രമാണ് ചില കേസുകളിൽ എന്ത് ചെയ്യുക, ലോഗിൻ ബട്ടൺ എന്നുള്ള ഈ ഒരു ബ്ലൂ ബട്ടൺ എനേബിൾ ആവണം. ഇവിടെ അങ്ങനെയില്ല, ചില ആപ്ലിക്കേഷനിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പൊ ഇത്തരം സബ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത് ടെസ്റ്റ് കേസസ് എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താണ് മെയിൻ ആയിട്ട് ലോഗിൻ ഫംഗ്ഷനാലിറ്റി ഓഫ് ലോഗിൻ പേജ് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് സെനാരിയോ ആണ്. അതിന് താഴെ വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കേസുകൾ ഇൻകറക്റ്റ് യൂസർ നെയിം, കറക്റ്റ് പാസ്വേഡ്, ബ്ലാങ്ക് സ്പേസ്, വിസിബിലിറ്റി ഓഫ് ദ പാസ്വേഡ്, അങ്ങനെ വരുന്ന ഓരോ സ്പെഷ്യൽ കേസുകൾ എന്ന് പറയുന്നത് ടെസ്റ്റ് കേസസ് എന്ന് പറയും. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് പറയുന്നു. പിന്നെ ഫേസ്ബുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട് ഈ ഒരു എക്സാമ്പിൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവാൻ സാധിക്കും എന്ന് കരുതുന്നു. ഇനി ഒരു പുതിയ വീഡിയോയ്ക്കായി വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ബെൽ ഐക്കൺ അമർത്തുക.